അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ്, മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. സുന്ദരമായ ഗ്രാമവും പുഴയും പ്രകൃതി ഭംഗി നിറഞ്ഞ ആ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ഗ്രാമത്തിലെ പുഴ മലിനമായിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതിൽ ധാരാളം ഫളലാത്ത്, മാലിന്യങ്ങളും അതുപോലെ തന്നെ കാറൂറാത്ത്, ബോട്ടിലുകള്, അഖിയാസ്, കീസുകളും ഒക്കെ നിറച്ചുകൊണ്ട് നെഹ്റു പുഴ ആകെ മലിനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദർസുസാനി, അൽ വഹ്ദത്തുൽ ഊലയിലെ ദർസുസാനി 2ാമത്തെ ചാപ്റ്ററാണ്. ഇസ്മുദ്ദർസ്. പാഠത്തിന്റെ പേരെന്താണ്? കൈഫ, എങ്ങനെയാണ് നഈഷു നമ്മൾ ജീവിക്കുക. കൈഫ, എങ്ങനെ നഈഷു നമ്മൾ ജീവിക്കും എന്നാണ് പാഠത്തിന്റെ പേര്. ഇത് ഖിസ്വ മുസവ്വറ, ചിത്രീകരണ കഥയാണ്. നമുക്ക് ഇതിൽ എന്താണെന്നൊന്ന് നോക്കാം. അതാ തറൗന ഫിസൂറ, നിങ്ങൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? സമക്കാനി, 2 മത്സ്യങ്ങളെ കാണുന്നുണ്ട്. ഒരു ചെറിയ സമക്കുൻ സൊഴീർ, ചെറിയ സമക്ക് എന്താണ് യബുക്കി, അതിങ്ങനെ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നെഹ്റ് കാണുന്നുണ്ട്. അവിടെ ധാരാളം ഫളലാത്തുകള്, വേസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. സമക്കുൻ സൊഴീറുൻ ഇലൻ നെഹ്രി മിൻ ജദ്വലിൻ മുജാവിരിൻ യത്ലബു മാഅൻ നഖിയൻ. ജാഅ സമക്കുൻ സൊഴീറുൻ, സമക്ക് ഫിഷ്, മീന് വന്നു. ജാഅ വന്നു, സമക്കുൻ സൊഴീർ, ചെറിയ ഒരു സമക്ക് മീന് വന്നു, ഫിഷ് വന്നു. എങ്ങോട്ടാണ് വന്നത്? ഇലൻ നെഹ്രി, പുഴയിലേക്ക്. മിൻ ജദ്വലിൻ, അരുവിയിൽ നിന്നും. മുജാവിരിൻ, അടുത്തുള്ള. മുജാവറ, മുജാവിരിൻ, അടുത്തുള്ള അരുവിയിൽ നിന്ന് പുഴയിലേക്ക് ചെറിയ ഒരു ഫിഷ് വന്നു. അതെന്തിനാണ് വന്നത്? യത്ലുബു, അത് അന്വേഷിക്കുന്നു. മാഅൻ നഖിയൻ, മാഉൻ, വെള്ളം, നഖി, ശുദ്ധമായ നല്ല വെള്ളം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട്, വെള്ളം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ട് അരുവിയിൽ നിന്നും പുഴയിലേക്ക് ഒരു ചെറിയ മത്സ്യം വന്നു. എങ്ങനെയാണ് വരുന്നത്? കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, കരയുന്നുണ്ട്. ഇത് വലിയ ഒരു മത്സ്യം കാണുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കരച്ചിൽ സൗണ്ട് കേട്ടിട്ട് അവിടെയുള്ള സമക്കുൻ കബീർ, വലിയ മത്സ്യം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? മൻ, ആരാണ്? യബ്കി, കരയുന്നത് ആരാണ്? ആരുടെയോ കരച്ചിൽ കേൾക്കുന്നല്ലോ. മൻ, ആരാണ് യബ്കി, കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമക്കുൻ സൊഴീർ, ചെറിയ മത്സ്യത്തെ കാണുകയാണ് കരയുന്നതായിട്ട്. അപ്പോൾ സമക്കുൻ കബീർ, വലിയ മത്സ്യം എന്താണ് ചോദിച്ചത്? ലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? യാ സ്വദീഖി, എന്റെ കൂട്ടുകാരി, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സമക്കുൻ സൊഴീർ എന്താണ് പറഞ്ഞത്? മസ്കനി, എന്റെ താമസ സ്ഥലം, മുലവ്വസുൻ, മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ വാസസ്ഥലത്ത് നിറയെ മാലിന്യങ്ങളാണ്. അപ്പോ സാല സമക്കുൻ കബീർ, വലിയ മത്സ്യം ചോദിക്കുകയാണ്, ഐന, എവിടെയാണ്? മസ്കനുക, നിന്റെ താമസ സ്ഥലം അതെവിടെയാണ്? നിന്റെ പാർപ്പിടം എന്ന് ചോദിക്കുകയാണ്. അപ്പോ സമക്കുൻ സൊഴീർ പറയുകയാണ്, ഫിൽ ജദ്വലിൽ മുജാവിരി, അടുത്തുള്ള ജദ്വലും, അരുവിയിലാണ് ഞാൻ താമസിക്കുന്നത്. മുജാവിർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള. അപ്പോൾ സമക്കുൻ കബീർ വിഷമത്തോടെ പറയുകയാണ്, ഹാദാ നെഹ്റും, ഹാദൻ നെഹ്റു, ഈ പുഴ, ഐലൻ, വീണ്ടും ഇതും, മുലവ്വസുൻ, മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സമക്കുൻ സൊഴീർ വിഷമത്തോടു കൂടി പറയുകയാണ്, കൈഫ, എങ്ങനെയാണ് നഈഷു, നമ്മൾ ജീവിക്കുക. ഹുന, ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും? അതാണ് പാഠത്തിന്റെ ഉൻവാൻ, ഹെഡിങ് എന്താണ്? കൈഫ നഈഷു, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക. ഒക്കെയുള്ള മെസ്സേജ് എന്താണ്?
നമ്മൾ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ബോട്ടിലുകൾ, മാലിന്യങ്ങളൊന്നും തന്നെ നമ്മൾ നദിയിലേക്കോ അതുപോലെ തന്നെ കടലിലേക്കോ പരിസരത്തേക്കൊന്നും വലിച്ചെറിയാൻ പാടില്ല. പരിസ്ഥിതി നമ്മൾ മലിനമാക്കാൻ പാടില്ല. മത്സ്യങ്ങളുടെ കഥ കേട്ടല്ലോ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് അദ്ദർസു സാലിസ്, 3ാമത്തെ ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇസ്മുദ്ദർസ്, പാഠത്തിന്റെ പേര് മസ്ഊലിയത്തുന, നമ്മുടെ ഉത്തരവാദിത്വമാണ്, അവർ ഡ്യൂട്ടി. മാതാ തറൗന ഫിസൂറ, നിങ്ങൾ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഫേസ്ബുക്ക് പേജാണ് കാണുന്നത് അല്ലേ? മാതാ ഫേസ്ബുക്ക്, എന്താണ് ഫേസ്ബുക്ക്? വസായിലുൽ ഇജ്തിമാഇയ്യ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. അറബിയിൽ എന്താണ് പറയുക? പോസ്റ്റ് ചെയ്യുന്നതിന് മൻഷൂർ എന്നാണ് പറയുക. മഹ്മൂദ് എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. പോസ്റ്റ് ചെയ്ത എഴുത്തും അതുപോലെ തന്നെ ഫോട്ടോസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോക്കും എഴുത്തിനും ധാരാളം ഇജാബ്, ലൈക്കും കിട്ടിയിട്ടുണ്ട്. തായിലിക്കാത്ത്, കമന്റ്സുകൾ ലഭിച്ചിട്ടുണ്ട്. മുഷാരിക്ക്, ഷെയറും ലഭിച്ചിട്ടുണ്ട്. ധാരാളം ഷെയറും നടന്നിട്ടുണ്ട്. എന്താണ് ഈ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? നിങ്ങൾ നെഹ്ർ കാണുന്നുണ്ടല്ലേ? പുഴ എങ്ങനെയാണ്? അത് മംലു അത്തുൻ, നിറക്കപ്പെട്ടിരിക്കുകയാണ്. ബിൽ ഫളലാത്തി, വേസ്റ്റുകൾ കാണുന്നുണ്ട്, മാലിന്യങ്ങൾ. കാറൂറാത്ത്, ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. അക്കിയാസ്, പ്ലാസ്റ്റിക് കവറുകൾ കാണുന്നുണ്ട്. അങ്ങനെ പുഴ വസന്നഹ്റു, ആ പുഴ അങ്ങനെ മലിനമായിരിക്കുകയാണ്. എന്താണ് ഈ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഹാദാ, ഇത് നെഹ്റു ഖറിയത്തിന, ഞങ്ങളുടെ ഗ്രാമമാണ് ഇത്. ഹാദാ, ഇത് നെഹ്റു, പുഴയാണ്. ഖറിയത്തിന, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പുഴയാണ് ഇത്. കാന ഹാദൻ നെഹ്റു, ഈ പുഴയായിരുന്നു. സോഫിയൻ, ശുദ്ധമായിരുന്നു. വമൻലറുഹു, അതിന്റെ കാഴ്ച. റായിഅൻ, സുന്ദരമായിരുന്നു. വഫീഹി, അതിലുണ്ടായിരുന്നു. അസ്മാക്കുൻ, സമക്കിന്റെ ജം ആണ് അസ്മാക്ക്, ബഹുവചനം. മത്സ്യങ്ങൾ. കസീറത്തുൻ, ധാരാളം മത്സ്യങ്ങളും നല്ല കാഴ്ചയും ശുദ്ധമായ വെള്ളവുമൊക്കെയാണ് ആ നദിയിലുണ്ടായിരുന്നത്. ഉൻലുറു, നിങ്ങൾ നോക്കൂ. ഇലന്നഹിരി, ഈ പുഴയിലേക്ക്. ഇപ്പോൾ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കൂ. അത്ഭുതത്തോടെ പറയുകയാണ്. മുലി ആ, നിറക്കപ്പെട്ടിരിക്കുകയാണ്. അൽ ആൻ, ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ബിൽ ഫളലാത്തി, വേസ്റ്റുകൾ, മാലിന്യങ്ങളെ കൊണ്ടും. വൽ കാറൂറാത്തി, കാറൂറാത്ത്, ബോട്ടിലുകൾ. കാറൂറത്തിന്റെ ജം ആണ് കാറൂറാത്ത്, ബോട്ടിലുകൾ. വൽ അക്കിയാസ്, കീസിന്റെ ജം ആണ് കിയാസ്, കവറുകൾ, സഞ്ചികൾ. പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ പുഴ. കുല്ലുഹ, അവയെല്ലാം സബബു, കാരണമായി തീർന്നു. തലവുസിൽ മാഇ, വെള്ളം മലിനമാവുന്നതിനും. വൽബിഅത്തി, പരിസ്ഥിതിയും വെള്ളവുമൊക്കെ മലിനമാവുന്നതിന് കാരണമായി തീർന്നു. ഹിമായത്തുൻ നെഹ്രി, പുഴയെ സംരക്ഷിക്കൽ. മസ്ഊലിയത്തുന, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അൽ മാഉ, വെള്ളം. അസാസു ഹയാത്തിന, നമ്മുടെ ഹയാത്ത്, ജീവിതത്തിന്റെ അസാസ്, അടിസ്ഥാനം വെള്ളമാണ്. വെള്ളം, വായു, ഭക്ഷണം, ഇവ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. കൈഫ, എങ്ങനെയാണ്. നെഹ്ഫലു, നമ്മൾ സംരക്ഷിക്കുക. അന്നഹ്റ, ഈ പുഴയെയും. വൽബി, ആ പരിസ്ഥിതിയെയും പുഴയൊക്കെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഇട്ട ഈ പോസ്റ്റിന് മൻഷൂറിന് എന്ത് ലഭിച്ചു? എത്ര ലൈക്കാണ്? അഴ്ജബനി, ഐ ലൈക്ക്, ഞാൻ ലൈക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 90 പേര് ലൈക്ക് ഇട്ടിട്ടുണ്ട്. 90 ലൈക്കുകൾ ലഭിച്ചു. തായിലീക്കാത്ത്, തായിലീക്കാത്ത്, എത്ര തായിലീക്കാത്തുകളാണ്? കമയാണ് സലാസൂൻ, 30 കമന്റുകൾ ലഭിച്ചു. അൽ മുഷാരിഖു, ഷെയർ
കം മുഷാരിക് എത്ര ഷെയറാണ് ലഭിച്ചത്? 70 ഷെയറും ലഭിച്ചു. നമുക്കിത് ഈ പോസ്റ്റിന് ലൈക്ക് ചെയ്യാൻ അഅ്ജബനി ഐ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ തഅലീഖ് കൊടുത്തിരിക്കുന്ന പോസ്റ്റിന് കമൻറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇർസാൽ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് വേറൊന്നിലേക്ക് സെൻഡ് ചെയ്യാം, വാട്സപ്പിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുഷാറക്ക നമുക്ക് ഇതിനെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുമാണ്. അടുത്ത പേജിൽ നോക്കൂ. പേജ് നമ്പർ 18 എന്താണ് കാണുന്നത്? ആ പോസ്റ്റിന് കുറെ പേര് തഅലീഖാത്തുകൾ കുറെ കമൻസുകൾ കൊടുത്തിട്ടുണ്ട്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. അവ്വലു തഅലീഖ് ആദ്യത്തെ കമൻറ്റ് റാഷിദ് അഹമ്മദാണ് അവ്വലു തഅലീഖ് ആദ്യത്തെ കമൻറ്റ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഉവാഫിഖു ഞാൻ യോജിക്കുന്നു, ലം യകുൻ നെഹ്റുനാ ഹക്കദാ നമ്മളുടെ ഈ പുഴ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് റാഷിദ് അഹമ്മദ് പറയുന്നത്. ഇപ്പോഴാണത് മലിനമായത്. ആദ്യം എങ്ങനെയായിരുന്നു? ലം യകുൻ നെഹ്റുനാ നമ്മുടെ പുഴ ആയിരുന്നില്ല ഹക്കദ ഇപ്രകാരം എന്ന്. ആ കമൻറ്റിന് ലൈക്ക് എത്രയാണ്? 70 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മാത്യു എന്താണ് കമൻ്റ് ഇട്ടത്? നർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഹെല്ലൻ ഒരു പരിഹാരം, ലി ആദിഹിൽ മുഷ്കില ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് 60 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അനിത റാണി എന്താണ് കമന്റ് ഇട്ടത്? അൽ ഹിഫ്ലു സംരക്ഷിക്കൽ, സേവ് ചെയ്യല്, മസ്ഊലിയത്തുന നമ്മുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. നല്ല രീതിയിൽ പുഴയെ സംരക്ഷിക്കുക എന്നത്. അതിന് 80 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. മഹ്മൂദ് എന്താണ് കമന്റ് ഇട്ടത്? ഉവാഫിഖു ഞാൻ യോജിക്കുന്നു. അതിന് 60 ലൈക്കുകൾ. യഴ്ജാബ് എത്ര ലൈക്കാണ് കിട്ടിയത്? 60 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മനോജ് എന്താണ് കമന്റ് ഇട്ടത്? ഹയ്യ വരൂ നുനദ്ദിഫു നമുക്ക് വൃത്തിയാക്കാം എന്നാണ് പറയുന്നത്. അതിന് 50 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി റാഷിദ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. തീർച്ചയായിട്ടും നുനദ്ദിഫു നമുക്ക് വൃത്തിയാക്കണം, നജ്മഉ നമുക്ക് ഒരുമിച്ച് കൂടാം, ഒദൻ നാളെ, ഖുർബൻ നഹരി പുഴയുടെ അടുത്ത് നാളെ തന്നെ നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് റാഷിദ് കമന്റ് ഇട്ടു. അതിനെത്രയാണ് ലൈക്ക് കിട്ടിയത്? 90 ലൈക്കാണ് ലഭിച്ചത്. ഇനി നമുക്ക് എണ്ണങ്ങളെ ഒന്നുകൂടി പഠിച്ചു നോക്കാം. നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 10 അശറ 20 എന്താണ് പറയാ? 20, 30 30, 40 40, 50 50, 60 60, 70 70, 80 80, 90 90, 100 100, 200 100, 300 300, 400 400, 500 500, 600 600, 700 700, 800 800, 900 900, 1000 1000. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പേജ് നമ്പർ 19 എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 19 എന്താണെന്ന് നോക്കാം. നഅുദു നമുക്ക് എണ്ണി നോക്കാം, വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. ഇവിടെ ലൈക്കിന്റെയും കമന്റുകളുടെയും എണ്ണം എഴുതാനാണ്. മഹ്മൂദ് പോസ്റ്റ് ഇട്ടതിന് എത്ര കമന്റുകൾ ലഭിച്ചു, എത്ര ലൈക്കുകൾ ലഭിച്ചു, എത്ര പേര് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ മഹ്മൂദിന്റെ പോസ്റ്റിന് കമന്റ് ഇട്ടവർക്ക് എത്ര ലൈക്കുകളാണ് ലഭിച്ചത് എന്നും എഴുതണം. ലൈക്കിന് അറബിയിലെ യഅ്ജാബ് എന്നാണ് പറയുക. യഅ്ജാബ്. മഹ്മൂദിന്റെ പോസ്റ്റിന് എത്ര ലൈക്കുകൾ യഅ്ജാബാണ് ലഭിച്ചത് എന്ന് അവിടെ എഴുതണം. 90
ലൈക്കാണ് ലഭിച്ചത്. ആ പോസ്റ്റ് എത്ര പേരാണ് അൽ മുഷാറക്ക ഷെയർ ചെയ്തത്? മുഷാറക്ക എന്ന് പറഞ്ഞാൽ ഷെയർ ആണ്. എത്ര പേര് ഷെയർ ചെയ്തു? 70 പേരാണ് ഷെയർ ചെയ്തത്. ആ പോസ്റ്റിനെ കമന്റ് ഇട്ടവർ തഅലീഖാത്ത് എന്ന് പറഞ്ഞാൽ കമന്റുകൾ. തഅലീഖാത്ത് എത്ര കമന്റുകളാണ് ലഭിച്ചത്? 30 കമന്റുകളാണ് ലഭിച്ചത്. ഇനി റാഷിദ് അഹമ്മദ് മഹ്മൂദിന്റെ പോസ്റ്റിന് കമന്റ് ഇട്ടു. അപ്പോൾ ആ കമന്റിന് എത്ര ലൈക്കാണ് ലഭിച്ചത്? 70 ഇഅ്ജാബ് ലൈക്ക് ലഭിച്ചു. മാത്യുവിന് എത്ര ലൈക്കാണ് ലഭിച്ചത്? 60 എന്താണ് പറയുക? 60 ലൈക്കാണ് ലഭിച്ചത്. അനിത റാണിക്ക് എത്ര ലൈക്കാണ് ലഭിച്ചത്? 80 ലൈക്കാണ് ലഭിച്ചത്. മനോജിന് എത്ര ലൈക്കാണ് ലഭിച്ചത്? 50 ലൈക്കാണ് ലഭിച്ചത്. ഈ റാഷിദക്ക് എത്ര ലൈക്കാണ് ലഭിച്ചത്? 90 ലൈക്കാണ് ലഭിച്ചത്. കമന്റിന് ഷെയറും അതുപോലെ തന്നെ തഅലീഖാത്തും ഉണ്ടാവുകയില്ല, ലൈക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ എണ്ണങ്ങളും കൃത്യമായി പഠിക്കണം. അടുത്തത് എന്താണെന്ന് നോക്കാം. നഖ്റഉൽ മുഹാത്തഫ ഫോൺ സംഭാഷണം നമുക്ക് വായിക്കാം. ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടവരായ 2 പേര് റാഷിദ് അഹമ്മദ്, മനോജ്, ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. മാതാ തകല്ലമ ഫിൽ ഹാത്തിഫി, അവരെന്താണ് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് വായിച്ചു നോക്കാം. റാഷിദ് അഹമ്മദിന് മനോജ് വിളിക്കുകയാണ്. റാഷിദ് അഹമ്മദ് കോളിൽ പറയുകയാണ്, ഹലോ മൻമഴി, എന്നോടൊപ്പം ആരാണ്? എനിക്ക് ആരാണ് വിളിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം? മൻമഴി, എന്നോടൊപ്പം ആരാണ് ഫോണിലുള്ളത്? എനിക്കാരാണ് വിളിക്കുന്നത്? മനോജ് എന്താണ് പറഞ്ഞത്? അന മനോജ്, ഞാൻ മനോജ് ആണ്. അപ്പൊ റാഷിദ് അഹമ്മദ് പറയുകയാണ്, അഹ്ലൻ വസഹ്ലൻ, സ്വാഗതം, വെൽക്കം. മനോജ് പറയുകയാണ്, റഅയ്തു, ഞാൻ കണ്ടു, റിസാലത്തക, നിന്റെ മെസ്സേജ്, ഫി ഫേസ്ബുക്കിൽ നീട്ട മെസ്സേജ് ഞാൻ കണ്ടു. ഫേസ്ബുക്കിൽ മനോജ് എന്ത് കമന്റാണ് ഇട്ടത്? ഹയ്യ, വരൂ, നുനല്ലിഫു, നമുക്ക് വൃത്തിയാക്കാം, നമുക്ക് പുഴ വൃത്തിയാക്കാം എന്ന മെസ്സേജാണ് മനോജ് ഇട്ടത്. ഈ മെസ്സേജ് കണ്ടപ്പോഴാണ് റാഷിദ് അഹമ്മദ് മനോജിനെ വിളിക്കുന്നത്. റാഷിദ് അഹമ്മദ് പറയുകയാണ്, ശുക്രൻ, നന്ദി. മറയുക, എന്താണ് നിന്റെ അഭിപ്രായം? മനോജ് പറയുകയാണ്, ഹാദാ, ഇത്, അമലുൻ റായിഉൻ, അമലുൻ പ്രവർത്തനമാണ്, റായിഉൻ സുന്ദരമായ നല്ല ഒരു പ്രവർത്തനമാണ് ഇത്. റാഷിദ് അഹമ്മദ് പറയുകയാണ്, നജ്മഉ ഗദൻ, നാളെ, നജ്മഉ നമുക്കൊരുമിച്ച് കൂടാം, അലാ ലഫത്തിൻ നഹ്രി, പുഴയുടെ തീരത്ത്, ലഫത്ത് തീരം. പേജ് നമ്പർ 20. മാതാ തറൗന ഫിസ്സൂറ, നിങ്ങൾ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? കുറെ പേര് ചേർന്നിട്ട് പുഴ വൃത്തിയാക്കുന്നതാണ്. വഫി യൗമിത്താലി, പിറ്റേ ദിവസം, ബദഊ, അവർ ആരംഭിച്ചു, അത്തൻലീഫ, വൃത്തിയാക്കൽ തുടങ്ങി. ബദഊ, അവർ തുടങ്ങി, അത്തൻലീഫ, വൃത്തിയാക്കല്. ഷാറക്ക, പങ്കെടുത്തു, ഫീഹി, അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് ക്ലീനിങ്ങിന്? അൽ കിബാറു, വലിയവര്, എൽഡേഴ്സ്. കബീറിന്റെ ജം ആണ് കിബാർ. വസ്സിഓറു, ചെറിയവരും. സൊഈർ, ജം സിഓറുൻ, സൊഈർ, സിഓർ, ചെറിയവരും. വരിജാല്, പുരുഷന്മാർ. റജുലിന്റെ ജം ആണ് റിജാല്. അതുപോലെ തന്നെ വന്നിസാ, സ്ത്രീകള്. മർഅത്തിന്റെ ബഹുവചനമാണ് നിസാ, സ്ത്രീകൾ. വത്തുല്ലാബ്, ത്വാലിബിന്റെ ജം ആണ് തുല്ലാബ്, ത്വാലിബുൻ സ്റ്റുഡന്റ്. തുല്ലാബ് വിദ്യാർത്ഥികള്. വത്വാലിബാത്ത്, ത്വാലിബത്തിന്റെ ജം ആണ് ത്വാലിബാത്ത്, വിദ്യാർത്ഥിനികള്. ത്വാലിബത്തുൻ ജം ആണ് ത്വാലിബാത്ത്, ത്വാലിബത്ത് വിദ്യാർത്ഥിനി,
ബഹുവചനമാണ് ത്വാലിബാത്ത്, വിദ്യാർത്ഥിനികൾ. അതുപോലെ തന്നെ ത്വാലിബുൻ വിദ്യാർത്ഥി, തുല്ലാബ് വിദ്യാർത്ഥികൾ, മർഅത്തുൻ നിസാ സ്ത്രീകള്, റിജാല് പുരുഷന്മാര്, ചെറിയവര് വലിയവര് പ്രായമായവര് എല്ലാവരും ചേർന്നാണ് പുഴ വൃത്തിയാക്കിയത്. അഹ്റജു അവർ പുറത്തെടുത്തു, അന്നുഫായാത്തി വേസ്റ്റുകളെ, മിനന്നഹിരി ആ പുഴയിൽ നിന്ന്, വനല്ലഫൂ അവർ വൃത്തിയാക്കുകയും ചെയ്തു, വനല്ലഫൂഹു കാമിലൻ അതിനെ അവർ വൃത്തിയാക്കി, കാമിലൻ പൂർണ്ണമായിട്ടും മുഴുവനായിട്ട് വൃത്തിയാക്കി. ഫവസ്വല ഇലൈഹിം അപ്പോൾ അവരുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു, മുറാസിലു തിൽഫാസി മുറാസിലു തിൽഫാസ്, തിൽഫാസ് TV, മുറാസില് റിപ്പോർട്ടർ, TV റിപ്പോർട്ടർ അവരുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. ഇനി മുറാസിലു തിൽഫാസും അതുപോലെ തന്നെ ഹംദാനും കൂടിയിട്ടുള്ള കോൺവെർസേഷനാണ് 4ാമത്തെ ചാപ്റ്ററിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് ലൈക്കിന് എന്താണ് പറയുക, ഇജാബ്. അതുപോലെ ഷെയറിന് അൽ മുഷാറക്ക, അത്താലിക്കാത്ത്, താലിക്കാത്ത് കമന്റുകള്. അതുപോലെ തന്നെ എണ്ണങ്ങൾ പഠിച്ചു. കിസ്സത്തുൽ മുസവറ ചിത്രീകരണ കഥ പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വേർഡുകൾ അർത്ഥസഹിതം പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി അസഫുൽ ഖാദിം. അസ്സലാമു ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.